അപ്പം മക്കളെ നമ്മതേ എണ്ണ കാച്ചാൻ കേശവർദ്ധിനി കറ്റാർവാഴ മൈലാഞ്ചി കേശവർദ്ധിനി വയലറ്റ് പൂവുണ്ടായത്. അപ്പൊ ഗൈസ് നമ്മളിതേ ആ പച്ചമരുന്നുകൾ ഇത് നല്ലപോലെ മൊരിഞ്ഞേ എണ്ണയുടെ കളറ് മാറണം. ഇതിനകത്ത് നല്ല മൊരിഞ്ഞ് എണ്ണയുടെ കളർ മാറി നല്ല ഇതില് എണ്ണ മമ്മി കാണിച്ചെന്നല്ല നമ്മ കാച്ചി വെച്ചേക്കണ. ഇത് എന്തായിട്ട് വരും? ഇത് വെളിച്ചെണ്ണ കാച്ചി വെളിച്ചെണ്ണ കാച്ചി വെളിച്ചെണ്ണ ഉലുവ മമ്മി ഉലുവ. അപ്പൊ മക്കളെ നമുക്കിത് കുപ്പിലേക്ക് പകർത്താം. അപ്പം മക്കളെ എല്ലാവർക്കും മമ്മിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റോസ്മേരി വാട്ടർ ഇട്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പം മമ്മി പറഞ്ഞിട്ടുണ്ടായി എണ്ണ കാച്ചണത്. അപ്പം എല്ലാവരും പറഞ്ഞു എണ്ണ കാച്ചണത് കാണിക്കണം എന്ന്. അപ്പം മമ്മി ഇതേ എണ്ണ കാച്ചണത് കാണിക്കാം. അതിന് ഒരു മരുന്നുകൾ പറിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ചില്ലറ മരുന്നുകളല്ല, അവിടെ ഇവിടെയൊക്കെ പോയി എടുത്തുകൊണ്ടിരണം. ഓരോ രാജ്യത്ത് കിടക്കുകയാണ് ഓരോ സാധനങ്ങൾ. അതാണ് ഈ എണ്ണ കാച്ചണതിൻ്റെ പ്രത്യേകത. ഉലുവ മാത്രം നമ്മുടെ വീട്ടിലുണ്ട്, അതിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് പോയി പറിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ നമുക്ക് പറിക്കാൻ പോകാം. കൂടെ പോരെ പറിക്കാൻ. ഓക്കെ. അപ്പം മക്കളെ നമ്മതേ എണ്ണ കാച്ചാൻ കേശവർദ്ധിനി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോരണം. എത്ര കിലോമീറ്റർ ഉണ്ടാവും അതിലെ? കിലോമീറ്റർ താഴെ. ഇതൊരെണ്ണം കേശവർദ്ധിനി എന്ന് പറയും. അതെ അതെ. അയ്യോ അതെ. അപ്പൊ ഇതൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് പോകാം. അപ്പൊ കൈസേ മമ്മി എണ്ണയ്ക്കുള്ള അടുത്ത സാധനങ്ങളും കൊണ്ട് തണ്ടാൻ പോയിട്ട് വരാണ്. എന്നിട്ട് ഏതൊക്കെ? മൈലാഞ്ചി കറ്റാർവാഴ മൈലാഞ്ചി, പിന്നെ മറ്റേ നമ്മൾ എടുത്ത സാധനത്തിന്റെ പേര് കേശവർദ്ധിനി. ഇനി എന്തൊക്കെ വേണ്ട? ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 4 കൂട്ടോയില്ലേ. ഇനി ചെമ്പരത്തി പൂവും കൂടി വേണം. ചെമ്പരത്തി പൂവ് എടുത്തിട്ട് എണ്ണ കാച്ചി എടുക്കാം. അത്ര ഉള്ളൂല പരിപാടി. അതാണ് സംഭവം. ഒരു എന്തായാലും മുടി നല്ല ഇതിൽ വരൂല്ലേ ഈ സാധനത്തോണ്ട്. നല്ല സൂപ്പർ. മമ്മി ഉപയോഗിക്കാറുള്ളതാണല്ലോ. മമ്മി ഇപ്പൊ എന്നല്ല, മമ്മി കൊറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. മമ്മിയുടെ മുടി നരയ്ക്കാണ്ടിരിക്കുന്നതും ഈ സാധനം കാരണമാണല്ലോ. നര കുറവുണ്ട്. പിന്നെ അവിടെ ഇവിടെ ഒക്കെ നരയ്ക്കുന്നതിന് മമ്മി ഡൈ ചെയ്യുന്നുണ്ട്. അത് വീട്ടിലെ കെമിക്കൽ ഡൈ അല്ല, നാച്ചുറൽ ഡൈ. നാച്ചുറൽ. അത് പിന്നെ മമ്മി ഇടണതായിരിക്കും. ഇതിന്റെ പുറകെ ആ വീഡിയോ ഇട്ട് തരാം മക്കൾക്ക്. എങ്ങനെയായാലും 1 മാസം നിക്കണ്ട് മമ്മി ഡൈ ചെയ്യും. പൂവും വെളിച്ചെണ്ണയും മേടിച്ചുകൊണ്ടുതന്നെ എന്നിട്ട് കാണിക്കാം. അപ്പൊ മക്കളെ മമ്മിനോട് എണ്ണ കാച്ചണ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ മക്കള്? അപ്പൊ മമ്മി ദേ അതിനുള്ള സാധനങ്ങൾ റെഡിയാക്കി. സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കാട്ടിലും മേട്ടിലൊക്കെ പോയി എടുത്തുകൊണ്ടുവന്നു. അങ്ങനെ എടുത്താലേ കിട്ടുള്ളൂ മക്കളെ. ഇത് കറ്റാർവാഴ 7 കൂട്ടാണ് മമ്മി. 7 കൂട്ടമായിട്ട് നിങ്ങളും എടുക്കാം. ഒറ്റയായിട്ട് എടുക്കാം. കിട്ടണത് എടുക്കാം. ഇപ്പൊ കയ്യുണ്ണിയം അതൊക്കെ എടുക്കാം. പക്ഷെ മമ്മി കാച്ചണ എണ്ണ ഇതാണ്. കറ്റാർവാഴ, മൈലാഞ്ചി, കേശവർദ്ധിനി, വയലറ്റ് പൂവുണ്ടായത്, ചെമ്പരത്തി പൂവുണങ്ങിന്നോന്ന് ഇല്ലടാ. അതേനാ കേശവർദ്ധിനി, ചെമ്പരത്തി പൂവ്, കറിവേപ്പില. ചെമ്പരത്തി പൂവ് മതിയോ? ചെമ്പരത്തി പൂവ്, കറിവേപ്പില, അത്രേ ഉള്ളൂ. ചെമ്പരത്തി പൂവ്, കറിവേപ്പില, പിന്നെ മൈലാഞ്ചി, കേശവർദ്ധിനി, കറ്റാർവാഴ, ഉലുവ, കുരുമുളക്. ഒരു 11 എണ്ണം ഇട്ടാ മതി. അതെന്തിനാന്ന് വെച്ചാ നീരിറക്കത്തിന് നീർപ്പിടുത്തത്തിന് നല്ലതാ. അപ്പൊ അതുകൊണ്ട് ഒരു 11 കുരുമുളക്. ഇത്ര 1 കിലോ വെളിച്ചെണ്ണയാണ് മമ്മി എടുക്കണേ ഇത്ര എണ്ണ കാച്ചാനായിട്ട്. അപ്പൊ ഇനി ഇത് നന്നായി കഴുകി മിക്സിയിലിട്ട് അടിച്ച് എടുക്കണം. ചതച്ചല്ല, നന്നായി അരിഞ്ഞെടുത്താലും അരഞ്ഞാലും കുഴപ്പമില്ല. അരച്ചെടുക്കണം. എന്നിട്ട് എണ്ണ വെച്ച് അടുപ്പത്ത് വെച്ച് കത്തിച്ച് തിളച്ച് കഴിയുമ്പോ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോ അരച്ചേക്കണത് അതിനകത്ത് തിളച്ച് വറ്റിക്കണം എന്ന് പറയണത്. വെള്ളത്തിലാണല്ലോ നമ്മ ഇപ്പൊ ഇതാകണത്. ആ വെള്ളം
തിളയ്ക്കുമ്പോ പത പോലെ വരും. വെള്ളം വറ്റുമ്പോ പത ഉണ്ടാവില്ല. എന്തിട്ടെണ്ണ യൂസ് ചെയ്യണം മമ്മി? അത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലാണ് ചെയ്യണേ മമ്മി. വെളിച്ചെണ്ണയില നല്ലെണ്ണ യൂസ് നല്ലെണ്ണയല്ല മോനെ. വെളിച്ചെണ്ണ മമ്മി അമ്മൂസ് അവിടെ എടുത്ത് ഇരിക്കുന്നുണ്ട്. മമ്മി മേടിച്ചുണ്ടെന്ന് ഇപ്പോൾ 1 കിലോ. അത് മമ്മി ഇതെല്ലാനും അടിച്ചു കഴിഞ്ഞിട്ട് എണ്ണ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോ ഇത് ഇടണത്. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വേണം. ഇത്രയും സാധനങ്ങൾ മമ്മി പരിചയപ്പെടുത്തി ഒരു പ്രാവശ്യം. ഈ എണ്ണ യൂസ് ചെയ്ത് തുടങ്ങിയത്? ഈ എണ്ണ നീ ചെറുതായിരുന്ന സമയത്ത് തുടങ്ങി മമ്മി യൂസ് ചെയ്യണ്ട. അതാണ് വെളിച്ചെണ്ണ. നല്ല എണ്ണ ഇത് വെളിച്ചെണ്ണ. നല്ല വെളിച്ചെണ്ണ. 1 കിലോ വെളിച്ചെണ്ണയാണിത്. ഇതില് ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ മമ്മി ചെമ്പരത്തി പൂവ് പൊട്ടിക്കാൻ പോയിപ്പാ. ചെമ്പരത്തി പൂവ് പൊട്ടിക്കണം അവിടുത്തെ റീജാൻ ചിറ്റ. അവിടുത്തെ മോള് എന്നോട് ചോദിച്ചു എന്തെന്ന് ബെല്ലച്ചിറ്റെ ഈ എണ്ണ കാച്ചണത് ഒന്ന് പറഞ്ഞു തരോ, വോയിസ് അഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞ എണ്ണ കാച്ചണത് ഞാൻ ഇടണ്ട്. അപ്പൊ നീ ആ വീഡിയോ കണ്ടും കൊണ്ട് നീ കാച്ചിക്കുക. അപ്പൊ മമ്മി മറന്നു പോകാണ്ടിരിക്കും. 1 പ്രാവശ്യം കൂടി പറയാം. 1 കിലോ വെളിച്ചെണ്ണ മമ്മി എടുത്തിട്ടുണ്ട്. കറ്റാർവാഴ. ആ ഒരു കഷ്ണം മതിയോ? അല്ലാതെ കറ്റാർവാഴ 1 കിലോ വെളിച്ചെണ്ണയ്ക്കുള്ള സംഭവം. 1 കിലോ വെളിച്ചെണ്ണയ്ക്കുള്ളതാണ് മമ്മി എടുക്കണേ. 4-5 കറ്റാർവാഴ. അത് ഇത്രയുള്ളത്. ഇത്രയുള്ളതാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴയാണ്. അപ്പൊ അത് കാരണം ഇത്ര നമ്മ പുറത്തുനിന്ന് മേടിക്കുമ്പോ നല്ല വലിയ കിട്ടും. അപ്പൊ 2 തണ്ട് മതി 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്. ഇത് നമ്മുടെ വീട്ടിലുള്ളത് ചെറുതായതുകൊണ്ട് മമ്മി ഇത്ര. പിന്നെ വേണ്ടത് അളവ് പറട്ടാ. ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവ് 1 2 3 4 5 6 7 8 9 10 11 ചെമ്പരത്തിപ്പൂ. കണക്കില്ല. ഇപ്പൊ ചെമ്പരത്തിപ്പൂ ഇത്തിരി കൂടിയാലും ഇതൊക്കെ ഇച്ചിരി കൂടിന്ന് വെച്ച് കുഴപ്പമില്ല മക്കളെ. നല്ലതായിരിക്കുള്ളൂ. പിന്നെ കറിവേപ്പില. ഇച്ചിരി കൂടുതൽ എടുക്കണം. കറിവേപ്പില ഏറ്റവും നല്ലതാ. കറിവേപ്പിലയും കൂടുതൽ എടുക്കണം. ഈ മൈലാഞ്ചിയും കൂടുതൽ എടുക്കണം. പക്ഷെ മൈലാഞ്ചിക്ക് മമ്മി കിട്ടിയില്ല. മൈലാഞ്ചി ഒക്കെ പൊക്കത്തേക്ക് പോയി. പൊട്ടിക്കാൻ ചെന്നോർത്ത് ഇത്രയും ഉണ്ടായുള്ളൂ. പക്ഷെ ഇത് കുഴപ്പമില്ല. പിന്നെ കേശവർദ്ധിനി ഇത്ര എടുത്തിട്ടുണ്ട്. ഈ സാധനമാണ്. ഇതാണ് സാധനം. ഒരു വയലറ്റ് പൂവായിട്ട് ഇതാണ് കേശവർദ്ധിനി. ഇത് കിട്ടും നമ്മുടെ ഈ പാടത്തിന്റെ രീതി റോഡ് സൈഡിലൊക്കെ നന്നായിട്ട് ഉണ്ടായി നിക്കണ്ട്. റോഡ് സൈഡില്. പിന്നെ ഉലുവ. ഉലുവ ഒരു 100 ഗ്രാം ഉലുവ. 100-150 ആയാലും കുഴപ്പമില്ല. 150 ഗ്രാം ഉലുവ. 11 കുരുമുളക്. 11 മതി. അത് കൂടുതലുണ്ട്. കുരുമുളക് അങ്ങനെ കൂടുതൽ ഇടാൻ പാടില്ല. അതൊരു നീർപ്പിടുത്തത്തിന് നമ്മ ഇടേണ്ടതാണ്. അപ്പൊ ഇത്രയും സാധനം കഴുകി എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് എന്നിട്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചട്ടി. ഇരുമ്പ് ചട്ടി. ഇതിനകത്ത് എണ്ണ ആദ്യം ചൂടാക്കിയിട്ട് എണ്ണ തീ അടുപ്പ് കത്തിച്ച് ചൂടായി തിളച്ച് കഴിയുമ്പോ ഇതൊക്കെ ഇട്ട് മിക്സി ഇതായിട്ട് ഇട്ട് ഇളക്കി കൊടുത്ത് വറ്റിച്ച് വെള്ളം വറ്റി എടുക്കണം. വെള്ളം വറ്റുമ്പോ നല്ല എവിടെ മോനെ നമ്മ യൂസ് ചെയ്യുന്ന എണ്ണ എടുത്തേ മൂസേ? നമ്മ യൂസ് ചെയ്യുന്ന എണ്ണ അങ്ങോട്ട് കാണിച്ചു കൊടുത്താ. എന്നിട്ട് പിന്നെ അത് നാളെ ആക്കുള്ളൂ നമ്മ കുപ്പിയില്. ഇതാണ് നമ്മ ചെയ്തെടുത്ത എണ്ണ. ഈ കളറിൽ കിട്ടും എണ്ണ. ഇത് മമ്മിക്ക് സ്ഥിരം ഉപയോഗിക്കേണ്ടത്. അമ്മൂസിന്റെ പറഞ്ഞ അമ്മ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അമ്മൂന് ഇഷ്ടം പോലെ കുഞ്ഞിമുടി മുന്നേ അമ്മ വരുമ്പോ അങ്ങനെ ഇപ്പൊ എണ്ണ അമ്മ വരുമ്പോ അങ്ങനെ മുടി ഇല്ലടാ. ഈ വാരണ ഒരു ഇതില് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇന്ന് തന്നെ കാണിച്ചു തരാം. മമ്മി ഇഷ്ടം പോലെ കുഞ്ഞിമുടികള് വന്നിട്ടുണ്ട്. മമ്മി അരച്ച് എടുത്തിട്ട് അടുപ്പത്ത് എണ്ണ ചൂടായിട്ട് ഇട്ടെടുത്ത് കാണിച്ചാ മതിയാ? അല്ലല്ല, അരച്ച് പാത്രത്തിൽ വെക്കുന്നത്. അപ്പൊ ഓക്കേ. അപ്പോൾ ഗൈസേ എണ്ണ ചൂടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കൊളുത്തി. മമ്മി ഇതവിടെ ബിസി തിരക്കിലാണ്. റോളക്സിന് എന്നിട്ട് അതിന്റെ വായ അടച്ചു വെച്ചാണ് റോളുവിന് ചോറ് കൊടുക്കുന്നത്. കണ്ട ഇത് തുപ്പാണ്. ഇത് കണ്ട ഇങ്ങനെയാണ് ചോറ് കൊടുക്കണേ. അവൻ കുറുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ എന്നിട്ട് പറയണേന്ന് പറ. കുറുമ്പുണ്ടോ ഇല്ലെന്ന് പറ. ഫുഡ് കഴിക്കണില്ല. റോളൂട്ടൻ നല്ല റോളൂ. വരണം മരുന്നൊക്കെ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. ദഹനത്തിന് മരുന്ന് വരെ കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഉരുട്ടിയും കൊണ്ട് ഇതിങ്ങനെ വായ തുറന്നിട്ട് തുറക്കടാ. ഇതിങ്ങനെ വെച്ചുകൊടുത്താൽ ഇങ്ങനെ അടിച്ചു കൊടുത്താ അങ്ങോട്ട് ഇറക്കി. മമ്മി ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം എണ്ണയുടെ പരിപാടി ബാക്കി ചെയ്യാനായിട്ട്. കാലത്ത് കൊടുക്കുന്നത് മക്കളെ ഇത് മിക്സിയിലിട്ട് അടിച്ചോണ്ട് വെള്ളിക്കയില് കോരി കൊടുക്കും. അമ്മുദേ ഇവിടെ സാധനങ്ങൾ മിക്സിയിൽ എണ്ണയുടെ സംഭവത്തിന് കട്ട് ചെയ്ത് ഇനി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഇടാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഇട്ടിട്ടില്ലല്ലോ അതിനകത്ത്? ഇല്ല.
ഓക്കെ, അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് വരാല്ലേ. ആ അപ്പൊ കൈസ് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സംഭവം ഇത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് നന്നായിട്ട് ചൂടായി ഒന്ന് തിളവന്ന രീതിയിലായിട്ട് വരണം. അത് കഴിയുമ്പോൾ നമുക്ക് അടിച്ചു വെച്ച സാധനങ്ങളിട്ട് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ എണ്ണ റെഡിയായി. അത്ര ഉള്ള പരിപാടി. അപ്പൊ കൈസ് നമ്മളിതേ ആ പച്ചമരുന്നുകൾ പച്ചല, ഉലുവ, കുരുമുളക്, കറ്റാർവാഴ, കേശവർദ്ധിനി, മീന്, കറിവേപ്പില, ചിക്കൻ, ഗ്രീൻ ചിക്കൻ വറക്കാനായിട്ട് മസാല അടിച്ച് പോലെ ഇരിക്കുന്നുണ്ട്. ആ സാധനം അടിച്ചതേ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇടാ വറക്കണം മമ്മി. എന്റെ പൊണ്ണു മമ്മി കൊല്ലോ ആയിരുന്നു. വറക്കാനാണോ മമ്മി ഉദ്ദേശിക്കണേ? അമ്മ ഒരു കയ്യിലിങ്ങോട്ട് തരോ അമ്മേ? കയ്യില് അത് എണ്ണ നല്ല തിളച്ചേ. അധികം ഒരു വിധം ചൂടാകുമ്പോ ഇടണ്ടായിരുന്നില്ല. ഇടേണ്ടതാണ്. അടിച്ചു നമ്മള് ഇത് അടിക്കാൻ പോയ സമയത്തിന് എണ്ണ ചൂടാക്കാൻ വെച്ചു. അപ്പൊ എണ്ണ നന്നായിട്ട് കത്തി കയറി. അതാണ് സംഭവം. കത്തി വിറകല്ലേ, കത്തി വിറക്, നല്ല വിറക്. തേക്കിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ടോ മമ്മിക്ക്? അത് തേക്കല്ല, അത് തേക്കല്ല, ഇത് പ്ലാവിന്റെ പ്ലാവല്ല, അടക്കാമരത്തിന്റെ കമ്മല്. അപ്പൊ സാധനം ഇട്ടു. ഇനി ഇത് എന്നിട്ടാ ഉണ്ടോ ഇത് ഇങ്ങനെ കിടന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി അത് എണ്ണയിൽ അലിയണം. ഇളക്കി എണ്ണയിൽ ആറി കിട്ടണം. അല്ല, എണ്ണ ചൂടായി. അല്ല, എന്നിട്ടാണ് എണ്ണ ചൂടായി അല്ല മോനെ, ഇത് ഇളക്കി ഇതേ ഈ പത മാറി മുരിയണം. എണ്ണ മാത്രം തെളിഞ്ഞു വന്നല്ലേ. എന്നിട്ട് അത് ഊറ്റിയെടുക്കണം. അപ്പൊ ഇനി അങ്ങനെ കഴിയുമ്പോ കാണാല്ലേ. അങ്ങനെ ഈ മമ്മി കുപ്പിയിലാക്കണത് കാണിച്ചു തരാൻ. ഓക്കെ, നിങ്ങളൊന്ന് നോക്കൊന്ന്. അപ്പൊ ഇങ്ങനെ ആക്കി ഇനിയിപ്പോ തിളക്കണ്ട. ആദ്യം ഇട്ടപ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. പിന്നെ ഇനി നമുക്ക് ഇളക്കാനായിട്ടൊക്കെ സുഖമാണ്. കണ്ട ഇങ്ങനെ കിടന്ന് ടൈം എടുക്കൂല. എത്ര സമയം എടുക്കും? കുറച്ചു നേരം പിടിക്കും. 3/4 മണിക്കൂർ എടുക്കും. അതന്നെ, 1 മണിക്കൂർ അത് തന്നെ പിടിക്കും. അത്ര സമയം എടുക്കൂല. എണ്ണക്കാണെന്ന് നീ എന്ത് മണോന്നറിയോ മക്കളെ? അടിപൊളി മണോ ആ എണ്ണ. പിന്നെ ചോദിക്കുന്നത് പറഞ്ഞു കൊടുക്കണ്ടേ? ഡെയിലി എണ്ണ ഉണ്ടാക്കണ്ടത് എങ്ങടാന്നറിയില്ല. പോയി വെച്ചിട്ട് കൊടുക്കണം കുറച്ച്. അപ്പൊ ഇനി ഇത് വറ്റിച്ച് റെഡിയായി അരിച്ച് കുപ്പിലാക്കുമ്പോ കാണിച്ചാലേ. അത്ര ഉള്ളു എണ്ണയുടെ പരിപാടി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ. അപ്പൊ എല്ലാവരും പിന്നെ കളിയാക്കലടാ നീ. ഉത്തരവാദിത്വം അല്ലേ ഇങ്ങോട്ട്. അപ്പൊ വന്ന വഴിക്ക് കുറച്ച് എന്താണ്ടൊക്കെ പുല്ല് കണ്ടപ്പോ അമ്മ ഇതൂടാ കുറെ പറിച്ചിട്ടൊന്നുണ്ടായി. വന്നല്ല വനമാല എന്ന് പറയണേ. ഇതില് റോയലിന്റെ വർത്തമാനം വന്നു കഴിയുമ്പോ വന്നല്ല വനമാല. ഇന്ന് വനമാല ബാക്കിലാണ് വന്ന് വീഡിയോ എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ. ഒരു ഉപകാരമുള്ളത് വിറകിലാണ്, അതുകൊണ്ട് സമാധാനം ഉണ്ട്. ഗ്യാസ് പോവില്ല. ഇങ്ങനത്തെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ വിറകിൽ വെച്ച് കത്തിക്കണം. കൊറേ നേരം കിടക്കണതല്ലേ. അപ്പൊ ഇനി കഴിയുമ്പോ കാണാല്ലേ. അപ്പം ഇവൻ വന്നാലുണ്ടല്ലോ, ഇളയവൻ വന്നാ കോമഡിയാ. അപ്പൊ മക്കളെ ഇനി എണ്ണ ആയി കുപ്പില് പകർത്തി മക്കളെ കാണിച്ചു തരാം. ഓക്കേ. അപ്പൊ കൈസേ സാധനം നല്ല പതയൊക്കെ മാറി. ഇട്ടപ്പോ നല്ല പതയും ഇതൊക്കെ ഇരുന്നില്ല. അതൊക്കെ മാറി പതകള് മാറി. ഇതാണ് നമ്മുടെ മുഖത്ത് ഇത്. നോക്കിയേ പ്രേതോ. അപ്പൊ അതൊക്കെ മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് റെഡി ആയ സംഭവം. റെഡിയായി. ഇത് ഇറക്കി ആറാൻ വെക്കും. ആറാൻ വെച്ച് കഴിഞ്ഞാൽ ആറി കഴിയുമ്പോ കുപ്പിയിലേക്ക് മാറ്റൂല. കുപ്പിയിലേക്ക് മാറ്റും. അപ്പൊ നമ്മള് സംഭവം അപ്പൊ നമ്മുടെ പത കണ്ട ഇട്ടപ്പുള്ള പതല്ലോ. കഴിഞ്ഞില്ലേ? വെള്ളം കംപ്ലീറ്റ്, വെള്ളമൊക്കെ പോയി. വെള്ളത്തിന്റെ അംശം കംപ്ലീറ്റ് പോയി. ഈ എണ്ണ ഒരു വർഷം നല്ല സ്മെല്ലൊന്നുമില്ലേ. 1 വർഷം വരെ അവിടെ ഇരുന്നോളും. കുഴപ്പമില്ലാണ്ട് ഇരുന്നോളും. ഇത് വെള്ളം കംപ്ലീറ്റ് വറ്റി. മനസ്സിലായ? അമ്മ ഇത് എന്തെണ്ണയായിട്ട് വരും? ഇത് നമുക്ക് ഇത് എന്തെണ്ണയായിട്ട് വരും? ഇത് വെളിച്ചെണ്ണ, കാച്ചി വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ അവിടെ കിട്ടൂലേ? വെളിച്ചെണ്ണ, കാച്ചി വെളിച്ചെണ്ണ. അത് തന്നെ. ഇതിലെന്തൊക്കെ കണ്ടൻസ് മമ്മി ചേർത്താണ്? ഇതിനകത്ത് ഉലുവ. ഞങ്ങൾക്ക് എന്റെ ബാക്കിൽ എഴുതി ഒട്ടിക്കാനാ എന്തൊക്കെ കണ്ടൻസ്. മുഖത്തിട്ടാൻ എനിക്ക് എന്നൊക്കെ തോന്നുന്നുണ്ട്. ഉലുവ, മമ്മി ചെറുതായിട്ട് സാൻഡിയുടെ സെപ്റ്റ് ടാങ്കി വീണതാണ്. സ്മെല്ല്. ഉലുവ, കുരുമുളക്, കറിവേപ്പില. നിങ്ങൾ നോക്കി പറ. കറിവേപ്പില, പിന്നെ കറ്റാർവാഴ, ചെമ്പരത്തി, എന്നിട്ടാണ്
തലയില് ആ ഇത് കേശവർദ്ധിനി. ഇത് എന്തൊരു സംഭവം എന്ന് പറയാം, ഇത് മറ്റേ മീശ മാധവനില് സലീം കുമാർ മറ്റേ ഇതില് വീട്ടില് ചാണകത്തില് മധുരമില്ലാത്ത പായസത്തിന്റെ പോലെ. ഇത് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് കട്ടി കിട്ടാൻ ആട്ടും കാട്ടും ചേർത്ത് പൈസയായിരിക്കും മമ്മി ഇടയ്ക്ക് ചേർക്കാറുണ്ട്. അപ്പൊ മമ്മിയുടെ എണ്ണ അതേ സെറ്റപ്പ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ മീ? അതിന് മമ്മി സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ മുടി നിൽക്കണ തഴുത്ത് വളർത്ത് തഴുത്ത എന്തിനും പറയാ. അപ്പൊ മക്കളെ ഇത് നാളെ കുപ്പിലാക്കി അരിച്ച് കുപ്പിലാക്കിയിട്ട് മമ്മി കാണിച്ചുതരാം. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. പിന്നെ ബെൽ ബട്ടനും കൂടി ഞെക്കിക്കോ. അപ്പൊ ബെൽ ബട്ടണും കൂടി ഞെക്കിക്കോ. ഓക്കേ. അപ്പൊ മക്കളെ നമ്മ ഇന്നലെ കാച്ചി വെച്ച എണ്ണ ദേന എണ്ണ അറിയില്ല മീ. എണ്ണ ആറി. എന്റെ പൊന്നെ ഇതണ്ട കൊറ്റനുണ്ടല്ലേ? കൊറ്റനുണ്ട്. തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. കുപ്പിയിലാക്കി വെക്കണം. അരിച്ച് കുപ്പിയിലേക്ക് ആക്കണം. അല്ലടാ ഇത് ഇതിനകത്തുനിന്ന് വീഴാനായിട്ട് കോരിയിടമ്മീ. ഇതുകൊണ്ട് കോരിയിരുന്നേ. പിന്നെ എന്തിങ്ങനെ ചെയ്യാനാ? ആ കഴിഞ്ഞ പരിപാടി. ഈ ചീഞ്ചട്ടി അന്ന് ചോദിക്കണ്ടായിടാ എവിടെന്ന് മേടിച്ചെന്ന്. മമ്മിക്ക് ഞാൻ പറഞ്ഞില്ലേ സോപ്പുകാര് ആ ചേട്ടൻ സോപ്പ് കൊണ്ടുതന്നെ ചേട്ടൻ്റെ മേടിച്ച് പറ്റിയ. എത്ര രൂപ? എത്ര രൂപയെന്ന് മമ്മി ഓർക്കണല്ലടാ. 500 രൂപ ഉണ്ടാവും. 250-300 അത്ര ആയിട്ടുള്ളൂ. അപ്പൊ മമ്മി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. കൊച്ചനൊന്നും തുണി കൂടി വരില്ലല്ലോ. അയ്യോടാ ഇത് മമ്മിക്കറിയാം. പിന്നെ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് കാണാലോ മീ. ഇനി മമ്മി ഇത് കുപ്പിയിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടാ. ഓക്കെ. അപ്പൊ മക്കളെ നമുക്കിത് കുപ്പിയിലേക്ക് പകർത്താം. അര ലിറ്റർ ഉള്ളൂ ഇത്? ഇല്ല, ഇത് മമ്മി ബോയ് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാ. നല്ല സ്മെല്ല് ഉണ്ടല്ലേ? നല്ല സ്മെല്ല്. പൊന്നേ എന്താ മണം. അപ്പൊ എണ്ണയുടെ പരിപാടി കഴിഞ്ഞൂല? എണ്ണയുടെ പരിപാടി കഴിഞ്ഞു. ദേ എണ്ണ മക്കളൊന്ന് നോക്കി. ഇത് എന്താ കളർന്ന്? ഇങ്ങനെ വരും കളറ്. അത് ഇന്നലെ കാണിച്ച പോലെ തന്നെ ഇന്നലെ നമ്മുടെ കയ്യിൽ കാണിച്ച് ഇത് ഇരിക്കണ്ടായി. ഡാർക്ക് കളറാണ്. പക്ഷെ ഡാർക്ക് എന്ന് വെച്ചാൽ അരിച്ച് തുണിയിൽ അരിച്ചെടുത്താ പിന്നെ ഒന്നും വരില്ലടാ. തുണിയിൽ അടിച്ചെടുത്താലേ പിന്നെ ഒരു കുഴപ്പവുമില്ല. ഇനി ഇത് എത്ര കാലം വേണമെങ്കിലും കേടാകാണ്ടിരുന്നോളൂ. ഒരു തുള്ളി വെള്ളത്തിന്റെ അംശമൊന്നും ഇതിലില്ല. അപ്പം ഇത് എൻ്റെ ചേച്ചിയുടെ മോൾക്ക് കൊടുക്കാനാ. 1/2 ലിറ്റർ എൻ്റെ ചേച്ചിയുടെ മോൾക്ക് ബോബിതക്ക് കൊടുക്കാൻ. അവരും എൻ്റെ ചേച്ചിയുടെ മൂത്ത മോളൊക്കെ തയ്ക്കുന്നത് ഈ എണ്ണ. ഞങ്ങൾ എല്ലാവരും ഇത് തന്നെ യൂസ് ചെയ്യണേ. അപ്പം മക്കളെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കേ.